ഹലോ 2024 റെയിൽവേ പരീക്ഷകളിൽ തന്നെ ഏറ്റവും നല്ല ഒരു അവസരത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് RRB NTPC 2024. അപ്പോൾ എന്താണ് RRB NTPC പരീക്ഷ, എന്തൊക്കെയാണ് ഈ ഒരു പരീക്ഷയിലെ അവസരങ്ങൾ, ഏതൊക്കെ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഈ ഒരു എക്സാം വഴി കിട്ടും, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ്, പോസ്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, വേക്കൻസി എത്രയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ, എന്ന് മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, സിലബസ് എന്താണ്, എങ്ങനെ നമുക്കതിന് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് RRB NTPC 2024 പരീക്ഷയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവർക്കും സംശയം ഉണ്ടാവും, RRB NTPC എന്ന് പറയുന്ന പരീക്ഷ എന്താണ്, ഈ പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പരീക്ഷയാണോ? തീർച്ചയായിട്ടും റെയിൽവേ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണെന്ന് പറയാം. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ പരീക്ഷകളിൽ SSC CGL ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. അതുപോലെ RRBയുടെ റെയിൽവേയുടെ ഡിഗ്രി ലെവൽ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാമാണ് RRB NTPC. അത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രം വേണ്ടിയുള്ള പോസ്റ്റുകളല്ല, പകരം +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള പോസ്റ്റുകളും ഈ ഒരു എക്സാം വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം ഒന്ന് അറിയാം. അപ്പോൾ നമുക്ക് RRB NTPCയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. അതായത് റെയിൽവേ ഇപ്പോൾ ഇയർലി പാറ്റേണിൽ ഇയർലി എല്ലാ പരീക്ഷകളും കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ആനുവൽ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. SSCയുടെയും മറ്റു പരീക്ഷകളുടെയൊക്കെ പോലെ എല്ലാ വർഷവും റിക്രൂട്ട്മെൻറ്റ് റെഗുലറായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം മുതൽ ഒഫീഷ്യൽ കലണ്ടർ റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ടു സെപ്റ്റംബർ, ഇനി വരാൻ പോകുന്ന ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലായിരിക്കും NTPCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ എന്ന് പരീക്ഷ വരുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ ഒരു 3 to 4 months എന്നൊരു ഗ്യാപ്പ് കൺസിഡർ ചെയ്താൽ പോലും ഡിസംബറിനുള്ളിൽ തന്നെ ഇതിൻ്റെ സ്റ്റേജ് 1 പരീക്ഷയൊക്കെ കണ്ടക്ട് ചെയ്യും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എക്സാം എന്ന് വിളിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ ടു സെപ്റ്റംബർ ആണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെ പരീക്ഷകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ RRB NTPC പരീക്ഷ വരാൻ പോകുന്ന ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ജൂലൈ ടു സെപ്റ്റംബർ. ജൂലൈ ആദ്യം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ തന്നെ റെയിൽവേ പറഞ്ഞതനുസരിച്ചിട്ട് റെയിൽവേ ഇനിഷ്യലി വന്നിരിക്കുന്ന ആദ്യത്തെ 3 മാസങ്ങളിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ എല്ലാ എക്സാംസും വിളിച്ചു കഴിഞ്ഞു. അതായത് RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു, ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. ഇനി അടുത്ത മറ്റുള്ള ചില നോട്ടിഫിക്കേഷൻസ് ഇനി വരുന്ന 3 മാസങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനും ശേഷമാണ് ജൂലൈ മുതലാണ് നമ്മൾ തേർഡ് ക്വാർട്ടറിലാണ് നമ്മൾ NTPCയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്രയും നാൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ക്ലിയർലി ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആണ് എന്ന് വേണം കരുതാൻ. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് NTPCയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം എക്സാം ഡേറ്റ് ആണ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും ഏകദേശം എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ള കാര്യമാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ദിശ അക്കാഡമിയുടെ പുതിയൊരു RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു കോഴ്സിനെ പറ്റിയും കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, എംപ്ലോയ്മെൻറ്റ് ന്യൂസിലൊക്കെ വന്ന ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത മാസം, മാത്രമല്ല റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പുതിയ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് 15 മുതൽ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു. 2024 റിക്രൂട്ട്മെൻറ്റ് വരുന്നു. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ദിശ അക്കാഡമിയുടെ പുതിയ ബാച്ച് RPF 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മാർച്ച് 23 പുതിയ ബാച്ച് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി ഇപ്പോഴേ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഈ RPF കോഴ്സ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സാണ്. അതായത് ലൈവ് ടൈമിങ്ങിലാണ്, ലൈവായിട്ട് ഒരു വീക്ക്ലി ഷെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. പക്ഷേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് സെഷൻസും ഉണ്ടാവും. മാത്രമല്ല ഓൺലൈൻ മെൻറ്ററിംഗ് ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരാൻ വേണ്ടി നിങ്ങളെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ട് ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാം. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്യുന്നവർക്ക് ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ആയിട്ട് 8000 രൂപ, 7999 രൂപ വിലയുള്ള ഈ ഒരു കോഴ്സ് ഇനിഷ്യൽ ടൈമിൽ എൻറോൾ ചെയ്യുന്നവർക്ക്, മാർച്ച് 24 വരെ എൻറോൾ ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ടോടുകൂടി 3999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. ഒരു വർഷം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട്, അത് ഒന്നുകൂടെ ഓർക്കുക, 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ്, അതായത് റെഗുലറായിട്ട് റെക്കോർഡഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ക്ലാസ്സസ് അല്ല, ഏറ്റവും പുതിയ പാറ്റേണിൽ വരുന്ന ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു റെക്കോർഡഡ് കോഴ്സ് സെഷൻ്റെ ആ ക്ലാസ്സസ് നിങ്ങൾ യൂസ്ഫുൾ ആക്കി എടുത്തോളുക.
ഇനിയും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് മാത്രമല്ല, ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് ഒരുപാട് കോഴ്സസ് കറന്റ് അവൈലബിൾ ആണ്. RRB ALP ആൻഡ് ടെക്നീഷ്യൻ കോഴ്സ് കറന്റ് റണ്ണിങ് ആണ്. RPFന്റെ കോഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. RRB NTPCയുടെ കോഴ്സിന്റെ റെക്കോർഡഡ് കോഴ്സ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനകത്ത്. പിന്നീട് റെയിൽവേയുടെയും SSCയുടെയും ഒക്കെ ഫൗണ്ടേഷൻ കോഴ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല SSC CGL 2024 പരീക്ഷയ്ക്ക് വേണ്ട CGL 2024 ബാച്ചും അവൈലബിൾ ആണ്. അപ്പം എന്തെങ്കിലും സംശയമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സ് ഇൻഫർമേഷൻസ് വാങ്ങിയിട്ട് കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡെമോ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. താല്പര്യമുള്ളവർക്ക് പെയ്ഡ് കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റും. ഇനിയും അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് NTPC പരീക്ഷയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. NTPC പരീക്ഷയുടെ ഏജ്, ക്വാളിഫിക്കേഷൻ ഇത് രണ്ടും എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് RRB NTPC പരീക്ഷ എഴുതാൻ പറ്റുന്നത്? അപ്പോൾ ഏജും ക്വാളിഫിക്കേഷനും പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയും ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയും സെപ്പറേറ്റ് പോസ്റ്റുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം നമുക്ക് 12ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ട അവർക്ക് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയാം. 12ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ആണ്. 18 മുതൽ 30 വരെ വയസ്സുള്ളവർക്കാണ് നോർമലി NTPC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ വന്ന ടെക്നീഷ്യൻ്റെ പരീക്ഷയാണെങ്കിലും ഇങ്ങനെയുള്ള എക്സാംസിനെല്ലാം ഒരു 3 വർഷം കോവിഡ് സിനാരിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 വർഷം റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 12th ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 വരെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും. കാരണം ഈ ലാസ്റ്റ് വന്ന ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ അതുവരെ അങ്ങനെ 3 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 18 to 33 ആയിരിക്കും, 33 വയസ്സ് വരെ ആയിരിക്കും ഏജ് ലിമിറ്റ് വരാൻ പോകുന്നത്. ഇനി അതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോർമൽ കേസിൽ തന്നെ 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ പോസ്റ്റിനകത്തും 3 വർഷം ഏജ് റിലാക്സേഷൻ വരികയാണെങ്കിൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 18 to 36 ആയിരിക്കും ഏജ് ലിമിറ്റ് വരുന്നത്. ആ കോവിഡ് സിനാരിയോയിൽ കിട്ടുന്ന റിലാക്സേഷൻ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് 36 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എക്സാംസിനെ സംബന്ധിച്ച് തന്നെ ഒരു ഹയർ ഏജ് ലിമിറ്റ്. പലർക്കും സംശയമുണ്ട് റെയിൽവേയുടെ പരീക്ഷകൾക്കും SSC പരീക്ഷകൾക്കും ഒക്കെ ഏജ് ലിമിറ്റ് കുറവാണോ എന്ന് സംശയമുള്ളവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ കാണുമ്പോൾ തന്നെ വ്യക്തമായി കാണും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോർമലി തന്നെ 33 ഏജ് ലിമിറ്റ് ഉണ്ട്. ഇനിയും കോവിഡ് സിനാരിയോ കൺസിഡർ ചെയ്ത് 3 വർഷം കൂടെ കൂട്ടിയാൽ 36 വയസ്സ് വരെ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഇനി അതിനും നമുക്ക് ക്രൂഷ്യൽ ഡേറ്റ് അറിയണം. 33 ആണ് ഫൈനൽ ഏജ് ലിമിറ്റ് എങ്കിലും ക്രൂഷ്യൽ ഡേറ്റ് വരുന്നത് മോസ്റ്റ്ലി 1-ാം തീയതി, അതായത് വരുന്ന ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 1/7/2024 ക്രൂഷ്യൽ ഡേറ്റ് കൺസിഡർ ചെയ്താൽ പോലും ഈ ഒരു ഡേറ്റ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഏജ് ലിമിറ്റിനകത്താണോ നിൽക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷകൾ എഴുതാൻ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്രൂഷ്യൽ ഡേറ്റ് അതുകൊണ്ടാണ് 1/7/2024 എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് മറ്റത് നോക്കേണ്ട കാര്യങ്ങൾ 18 മുതൽ 30 വരെ അല്ലെങ്കിൽ 18 വരെ മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കുള്ള 12th ലെവൽ പോസ്റ്റ്, 12th ലെവലിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് പോസ്റ്റുകളെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 5 പോസ്റ്റുകൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഒന്ന് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ഒരു പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അതുപോലെ മൂന്നാമത്തെ പോസ്റ്റ് ജൂനിയർ ടൈം കീപ്പർ. നാലാമത്തത് ട്രെയിൻസ് ക്ലർക്ക്. അഞ്ചാമത്തത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഈ 5 പോസ്റ്റുകളും 18 മുതൽ 33 വയസ്സ്, ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ 33 വയസ്സ് വരെ പറയാം. 18 to 30 ആണെങ്കിൽ പോലും 3 ഇയേഴ്സ് റിലാക്സേഷൻ കൺസിഡർ ചെയ്ത് 33 വയസ്സ് വരെയുള്ളവരാണ്. നിങ്ങൾ +2 ക്വാളിഫൈഡ് ആണ്, +2 കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇത്രയും പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. NTPCയിലെ തന്നെ +2 ലെവലുള്ള ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളാണ് ഇനി പറഞ്ഞത്. ഇനി നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട പോസ്റ്റുകളെ പറ്റി പറയാം. 18 മുതൽ 33 വരെയാണ് നോർമൽ ഏജ്. അപ്പോൾ ഏജ് റിലാക്സേഷൻ കൺസിഡർ ചെയ്താൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അതും ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ്. ഏറ്റവും നല്ല പോസ്റ്റുകൾ നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ വർഷം എഴുതുന്ന പരീക്ഷകളിൽ വെച്ച് എല്ലാ എക്സാംസും കൺസിഡർ ചെയ്താൽ നോർമലി ഉള്ളൊരു നോൺ ടെക്നിക്കൽ പരീക്ഷയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല പോസ്റ്റുകൾ നമുക്ക് ഇത്രയും ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു പക്ഷേ പറയാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാഫിക് അസിസ്റ്റൻറ്റ്, 2 ഗൂഡ്സ് ഗാർഡ്, 3 സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, 4 സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, 5 ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, 6 സീനിയർ ടൈം കീപ്പർ, 7 കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ്, 8 സ്റ്റേഷൻ മാസ്റ്റർ.
ഇത്രയും പോസ്റ്റുകളാണ് ആ ഡിഗ്രി ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 18 മുതൽ 33 അല്ലെങ്കിൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന പോസ്റ്റുകളൊക്കെ ഇതിനകത്ത് സ്റ്റേഷൻ മാസ്റ്റർ പോലെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ്, ഇങ്ങനെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ആഗ്രഹിച്ച് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് RRB NTPC 2024. അപ്പോൾ ഇത് നമ്മൾ ഡിഗ്രി ലെവൽ വരുന്ന പോസ്റ്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ RRB NTPCയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ടാവും. അതിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് കുറേ ആൾക്കാർക്ക് CBT 2 പരീക്ഷ എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജ് വരുന്നത് CBAT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. തേർഡ് ലെവലിൽ വരുന്നത് ഫൈനലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇങ്ങനെ 4 സ്റ്റേജുകളാണെന്ന് പറയാം. 4 സ്റ്റേജുകൾ വഴിയാണ് ടോട്ടൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പം CBT 1 എക്സാം ഉണ്ട്, CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ട്, CBAT ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഇത്രയും പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രോസസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് CBT 1ൻ്റെ കാര്യം നോക്കാം. CBT 1ൻ്റെ കാര്യം. അപ്പോൾ CBT 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ആണ്. ഒരു പ്രിലിമിനറി എക്സാം എന്ന രീതിയിലാണ് CBT 1 കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം CBT 1 പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ മാതൃക എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ്സ് ആണ്. 90 മിനിറ്റ് ആണ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ 90 മിനിറ്റിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 100 ചോദ്യങ്ങളാണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന നിലയിൽ ടോട്ടൽ 100 ചോദ്യത്തിന് 100 മാർക്കാണ് വരുന്നത്. തെറ്റായ ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ CBT 1 എക്സാമിൽ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്ത് ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കുന്നുണ്ടാവും. ആ കട്ട് ഓഫിന് മുകളിലുള്ള ആൾക്കാരെ മാത്രം CBT 2 വേണ്ടി എഴുതാൻ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ പ്രിലിമിനറി എക്സാം ആണ് CBT 1. ഇത് ക്ലിയർ ചെയ്ത് മിനിമം കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യുന്നവർക്ക് CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 എഴുതാൻ പറ്റും. അങ്ങനെ CBT 2ൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. CBT 1 ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നു. CBT 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 100 ചോദ്യങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ തന്നെയുള്ള സബ്ജക്ട് വൈസ് സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ മാത്സ് 30 മാർക്ക്, റീസണിങ് 30 മാർക്ക്, ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് GK ഉൾപ്പെടെ സയൻസ് ഉൾപ്പെടെ എല്ലാം കൂടി ചേർത്ത് 40 ചോദ്യങ്ങൾ. അപ്പം 30 ചോദ്യങ്ങൾ മാത്സ്, 30 ചോദ്യങ്ങൾ റീസണിങ്, ജനറൽ അവയർനെസ് GK ആൻഡ് GS എല്ലാം കൂടെ ചേർത്ത് 40 ക്വസ്റ്റ്യൻസ്. ഇത്രയും ചോദ്യങ്ങൾ 100 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 1.5 മണിക്കൂർ CBT 1 പരീക്ഷയുടെ ടൈം ഡ്യൂറേഷൻ ആണ്. ഇതാണ് CBT 1 എക്സാംസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിനകത്ത് സിലബസിനകത്ത് ഡിഫറൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. എല്ലാ റെയിൽവേ എക്സാംസിനും വരുന്ന കോമൺ സിലബസ് തന്നെയാണ് ഇതിനകത്ത് ഫോളോ ചെയ്യാനുള്ളത്. മാത്സ് ബേസിക് അരിത്തമാറ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടോപ്പിക്സും ഉണ്ട്, റീസണിങ്ങും ജനറൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ പാർട്ടുകളും ഉണ്ട്, വെർബൽ നോൺ വെർബൽ എല്ലാ പാർട്ടുകളും, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ജനറൽ അവയർനെസ് പറയുമ്പം കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK ഉൾപ്പെടെ, ജനറൽ സയൻസ് ഉൾപ്പെടെ, പോളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. CBT 1ൻ്റെ ബേസിക് സിലബസ്. 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി CBT 2ൻ്റെ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഒന്നുമില്ല. CBT 1ഉം CBT 2 തമ്മിൽ സിലബസ് വൈസ് വ്യത്യാസം ഒന്നുമില്ല. ഒരു തരത്തിലും സിലബസിൽ ചേഞ്ച് ഇല്ല. ആകെയുള്ള വ്യത്യാസം CBT 1ന് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് CBT 1 പരീക്ഷ കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യണം. കാരണം അതേ സിലബസ് തന്നെയാണ്, അതേ ലെവൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ ആകെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറിലുള്ള വ്യത്യാസമാണ്. അതായത് CBT 1ൽ 100 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 100 ചോദ്യങ്ങൾ ചെയ്യാൻ 90 മിനിറ്റ് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് 120 ചോദ്യങ്ങൾ ചെയ്യാനാണ് 90 മിനിറ്റ്. 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ. അതിൽ 35 ചോദ്യങ്ങൾ മാത്സും 35 ചോദ്യങ്ങൾ റീസണിങ്ങും 40 പകരം 50 ചോദ്യങ്ങൾ ജനറൽ അവയർനെസ്സിനും. അങ്ങനെ 120 ചോദ്യങ്ങളാണ് CBT 2ന് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ CBT 2 എക്സാം എന്ന് പറയുന്നത് മെയിൻസ് എക്സാം എന്ന് നമുക്ക് കരുതാൻ പറ്റും. മെയിൻസ് എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെയിൻസ് എക്സാമിൻ്റെ CBT 2ൻ്റെ മാർക്കിനെ, ഫൈനൽ മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. അപ്പോൾ CBT 1 എന്ന് പറയുന്ന ക്വാളിഫയർ മാത്രമാണ്. CBT 2ലെ നിങ്ങളുടെ മാർക്ക്, ഈ 120 ചോദ്യങ്ങളിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നീട് വരുന്ന ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അത് എല്ലാ പോസ്റ്റിനും ഒരുപോലെയല്ല, ആ ഡിഫറെൻറ്റ് പോസ്റ്റിന് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പരീക്ഷകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ചില പോസ്റ്റുകൾക്ക്, ക്ലറിക്കൽ ചില പോസ്റ്റുകൾക്കൊക്കെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റുകളുണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചെറിയ
സ്റ്റേജ് വരെ നിങ്ങളുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ ആ CBT 2-ന് ശേഷം ഫൈനൽ മാർക്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റേജും കഴിഞ്ഞിട്ട് പിന്നീടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നത്. അതിനു ശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ നിങ്ങൾ ജോബിലേക്ക് പോകുന്നതും. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന RRB NTPCയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടോട്ടൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഇതൊക്കെയാണ് വരുന്നത് RRB NTPCയുടെ. അപ്പോൾ നിങ്ങൾ ഈ വർഷം RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ക്ലിയർലി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ RRB NTPCയുടെ തന്നെ അല്ലെങ്കിൽ RRBയുടെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന പേരിൽ ആ കോഴ്സ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ പോകുന്നുണ്ട്. അത് എല്ലാ വീക്കിലും നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ ഈ വീക്ക് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആണ്, അടുത്ത വീക്ക് മാത്സിൻ്റെ ടോപ്പിക് ആണെങ്കിൽ അടുത്ത വീക്ക് സയൻസിൻ്റെ ടോപ്പിക്ക് വരുന്നുണ്ട്, GKയുടെ ടോപ്പിക്ക് വരുന്നുണ്ട്, റീസണിങ് ടോപ്പിക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ടോപ്പിക്സും വെച്ചിട്ട് ലൈവ് സെഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ബേസിക്സ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോയി എക്സാംസ് ക്ലിയർ ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതുമല്ല, ഫ്രീ ക്ലാസ്സസ് അല്ല, നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് വേണം എന്നുള്ളവർക്കായിട്ട് പെയ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ്. NTPCയുടെയും ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെയും എല്ലാം പെയ്ഡ് കോഴ്സസ് ദിശ അക്കാഡമിയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പെയ്ഡ് കോഴ്സോ അല്ലെങ്കിൽ ആപ്പ് വഴിയുള്ള ക്ലാസ്സോ അതോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സസ് ദിശ അക്കാഡമിയുടെ സെൻറ്റേഴ്സ് ആയിട്ടുള്ള ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കട്ട്, അതുപോലെ കൊല്ലം, ഈ ബ്രാഞ്ചസിലെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഏതെങ്കിലും ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. RRB NTPC ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതും ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരുപാട് ഫ്രീ റിസോഴ്സസ് അല്ലെങ്കിൽ പെയ്ഡ് റിസോഴ്സസ് ഇതൊക്കെ ഉപയോഗിച്ച് ഈ വർഷം തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ജോബിലെത്താൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക്